ഗാസയിൽ ഹമാസിനെ സംഹരിച്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അതിരൂക്ഷമായ ആക്രമണത്തിൽ 100ഓളം ഹമാസ് ഭീകരന്മാരെയാണ് ഗാസയുടെ വിവിധ മേഖലകളിൽ IDF വധിച്ചത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ കരസേന ഇരമ്പിക്കയറുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. റഫയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രായേലി സേന പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഗാസയുടെ 1/3 ഭാഗം ഇതിനകം ഇസ്രായേലിൻ്റെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. അതിനുവേണ്ടി കൂടുതൽ കരസൈന്യം ഗാസയുടെ അതിർത്തി കടന്നതായുള്ള വിവരങ്ങളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിടുകയാണ്. ഗാസയുടെ ഷുജയ്യ മേഖലയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിരൂക്ഷമായ കരയാക്രമണം ഇസ്രായേൽ നടത്തിയത്. ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിൻ്റെ ഒരു കമാൻഡ് ആൻഡ് ഓപ്പറേഷൻ സെൻറ്റർ, ആ കമാൻഡ് ഓപ്പറേഷൻ സെൻറ്ററിനെ ആക്രമിച്ച് നശിപ്പിച്ചു എന്ന് IDF അവകാശപ്പെടുന്നുണ്ട്. ഈ കമാൻഡ് ഓപ്പറേഷൻ സെൻറ്ററിൽ നിരവധി ഭീകരന്മാർ തമ്പടിച്ചിരുന്നു. ഇവിടേക്കാണ് ഇസ്രായേലിൻ്റെ കരസേനയും പീരങ്കിപ്പടയും അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇതിനൊപ്പം തന്നെ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും ഇസ്രായേൽ വ്യോമസേന വ്യോമാക്രമണം നടത്തി. മണിക്കൂറുകളുടെ ഇടവേളകളിൽ 40ലധികം കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ വ്യോമസേന കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കരയാക്രമണം നടത്തുന്നു. കരസേനയ്ക്ക് മുന്നോട്ട് കയറാൻ മുന്നേറിപ്പോകാനുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടി അതിനു മുൻപ് തന്നെ വ്യോമസേന കനത്ത ആക്രമണം നടത്തുകയാണ്. ഒരിക്കൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അധീനതയിലാക്കിയിരുന്ന പ്രദേശത്ത് നിന്ന് ആഴ്ചകൾക്ക് മുൻപാണ് ഇസ്രായേലി സേന പിന്മാറിയത്. ഇനി ഒരിക്കൽ കൂടി ആ മേഖല കൈപ്പിടിയിൽ ഒതുക്കിയാൽ അത് ഹമാസിന് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും പാലസ്തീന് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. ഗാസ ഒന്നാകെ പിടിച്ചെടുക്കാൻ, ഗാസ ഒന്നാകെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള അവസാന യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. റഫ എന്ന ഭൂപ്രദേശം പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. റഫയിൽ നിന്ന് 6 ലക്ഷത്തോളം പാലസ്തീനികളെ ഇതിനകം കുടിയിറക്കിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കരയാക്രമണം ശക്തമാക്കുമ്പോൾ പോലും ആ മേഖലകളിൽ നിന്ന് സുരക്ഷയുടെ ഭാഗമായി പാലസ്തീനികളെ സുരക്ഷാ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിത മേഖലയിലേക്ക് കടത്തിവിടാനുള്ള നീക്കങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ ഇസ്രായേലി സേന നടത്തി വന്നിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറാൻ പല മേഖലയിലെയും പാലസ്തീനികളോട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇതിനകം ആവശ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിലവിലുള്ള പ്രദേശങ്ങൾ സുരക്ഷിതമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് സുരക്ഷാ സേന പാലസ്തീനികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ജനങ്ങൾ നിലവിൽ താമസിക്കുന്ന തെക്കൻ വടക്കൻ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും മധ്യ ഗാസയിലെ സുരക്ഷിത ഇടങ്ങളിലേക്കും മാറി താമസിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ലക്ഷക്കണക്കിന് പാലസ്തീനികൾ നിലവിൽ തെരുവിൽ അഭയാർത്ഥികളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാർച്ച് മാസം 21 ശേഷമാണ് 2ാം ഘട്ട യുദ്ധം ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ചത്. 1ാം ഘട്ട യുദ്ധം പോലെ ആയിരിക്കില്ല 2ാം ഘട്ട യുദ്ധമെന്ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ ഹമാസ് ഭീകരന്മാർക്ക് നേരെ മാത്രമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണമെങ്കിൽ ഇപ്പോൾ ഹമാസിൻ്റെ നേതൃനിരയെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള, ഭരണ നേതൃത്വത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-12 ദിവസക്കാലത്തിനിടയിലെ യുദ്ധത്തിനിടയിൽ തന്നെ 10ഓളം നേതാക്കന്മാരെ ഗാസയിൽ വധിച്ചു. 5 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ പ്രാദേശിക കമാൻഡർമാർ, ഹമാസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവികൾ, അങ്ങനെ വിവിധ മേഖലയിലുള്ള ഹമാസിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാരെ തന്നെയാണ് IDF തീർത്തത്. അതിനുശേഷമാണിപ്പോൾ ഗാസയുടെ ഓരോരോ മേഖലയിൽ നിന്നായി ഹമാസിനെ തൂത്തെറിയുന്നത്, ഹമാസിനെ ഭസ്മീകരിക്കുന്നത്. ഹമാസിൻ്റെ സംഹാരമാണ് ഇനി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ലക്ഷ്യമെന്ന് IDF വ്യക്തമാക്കുന്നു. ബന്ദികളെ വിട്ടയക്കാനുള്ള അവസാന അവസരവും ഹമാസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പോൾ പുതിയൊരു നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. റഫ പിടിച്ചെടുത്തു. ഇനി ഓരോരോ മേഖലകളായി ഗാസയുടെ ഭൂപ്രദേശം ഓരോന്നായി കൈയടക്കാനുള്ള വലിയ നീക്കത്തിലാണ് ഇസ്രായേലി സേന. ഇനി ഒരിക്കൽ കൂടി ഗാസയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്
പാലസ്തീന് വിട്ടുകൊടുക്കില്ല, പിന്നെ അവിടെ ഹമാസിനെയോ പാലസ്തീനെയോ അടുപ്പിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഗാസ ഇസ്രായേൽ ഭരണത്തിന് കീഴിൽ വരും. ഇനി ഗാസയിൽ അവശേഷിക്കുന്ന പാലസ്തീനികൾ ഇസ്രായേലിൻ്റെ ഭരണത്തിന് കീഴിലായിരിക്കും. ഗാസ ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. ഗാസയിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി തൂത്തെറിയുകയാണ്. ഗാസ എന്ന ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേൽ പതിയെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ കൂടി ഗാസയിൽ നടക്കുന്നുണ്ട്. ഗാസയിൽ ഹമാസിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു പാലസ്തീൻ ജനത. 40-ലധികം കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ വ്യോമസേന കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കരയാക്രമണം നടത്തുന്നു. കരസേനയ്ക്ക് മുന്നോട്ട് കയറാൻ മുന്നേറിപ്പോകാനുള്ള സൗകര്യമൊരുക്കാൻ വേണ്ടി അതിനു മുൻപ് തന്നെ വ്യോമസേന കനത്ത ആക്രമണം നടത്തുകയാണ്. ഒരിക്കൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അധീനതയിലാക്കിയിരുന്ന പ്രദേശത്ത് നിന്ന് ആഴ്ചകൾക്ക് മുൻപാണ് ഇസ്രായേലി സേന പിന്മാറിയത്. ഇനി ഒരിക്കൽ കൂടി ആ മേഖല കൈപ്പിടിയിൽ ഒതുക്കിയാൽ അത് ഹമാസിന് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും പാലസ്തീന് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. ഗാസ ഒന്നാകെ പിടിച്ചെടുക്കാൻ, ഗാസ ഒന്നാകെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള അവസാന യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. റഫ എന്ന ഭൂപ്രദേശം പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. റഫയിൽ നിന്ന് 6 ലക്ഷത്തോളം പാലസ്തീനികളെ ഇതിനകം കുടിയിറക്കിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കരയാക്രമണം ശക്തമാക്കുമ്പോൾ പോലും ആ മേഖലകളിൽ നിന്ന് സുരക്ഷയുടെ ഭാഗമായി പാലസ്തീനികളെ സുരക്ഷാ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിത മേഖലയിലേക്ക് കടത്തിവിടാനുള്ള നീക്കങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ ഇസ്രായേലി സേന നടത്തി വന്നിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറാൻ പല മേഖലയിലെയും പാലസ്തീനികളോട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇതിനകം ആവശ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിലവിലുള്ള പ്രദേശങ്ങൾ സുരക്ഷിതമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹമാസിന്റെ ഭീകരന്മാരെ തെരുവുകളിൽ ഓടിച്ചിട്ട് ആക്രമിക്കുകയാണ് പാലസ്തീൻ ജനത. കാരണം ഈ ഹമാസ് എന്ന ഭീകരന്മാരുടെ സാന്നിധ്യമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണത്തിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ 6 ആഴ്ച കാലത്തെ വെടിനിർത്തൽ കാലയളവിൽ ഗാസ സമാധാനത്തിലേക്ക് തിരികെ എത്തിയതാണ്. തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നുവെങ്കിൽ ആ വെടിനിർത്തൽ കരാർ തുടർന്നു പോകുമായിരുന്നു. വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഹമാസിൻ്റെ കുടില ബുദ്ധി, ഹമാസ് ഭീകരന്മാരുടെ ചതി, ആ ഹമാസ് ഭീകരന്മാരുടെ ചതിപ്രയോഗമാണ് വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. ഇതോടുകൂടി പാലസ്തീൻ ജനത ഹമാസിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഈ ഹമാസ് ഭീകരന്മാരുടെ സാന്നിധ്യമാണ് ഗാസ എന്ന ഭൂപ്രദേശത്തെ ദുരന്ത ഭൂമിയാക്കി മാറ്റിയത്, യുദ്ധഭൂമിയാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ പാലസ്തീൻ ജനത ഒരു കാലത്ത് ചേർത്ത് നിർത്തിയ ഹമാസിനെ പാലസ്തീൻ ജനത ഇപ്പോൾ വെറുത്തിരിക്കുന്നു. അവരെ ആട്ടിപ്പുറത്താക്കാൻ പാലസ്തീനികൾ തയ്യാറായിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഖാൻ യൂനിസിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. ഹമാസ് ഗാസ വിട്ടു പോവുക, അങ്ങനെ എഴുതിയ പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തെ ആദ്യഘട്ടത്തിൽ അടിച്ചമർത്താൻ ഹമാസ് ഭീകരന്മാർ ശ്രമിച്ചിരുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 22കാരനെ ഹമാസ് ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോവുകയും അതിക്രൂരമായി പീഡിപ്പിച്ച് വധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ പ്രതിഷേധം ശക്തമായത്. ഇപ്പോൾ ഹമാസിൻ്റെ ഭീകരന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഒരു ഹമാസ് ഭീകരനെ ജനങ്ങൾ വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെ ഗാസയിലെ ഹമാസിനെ പാലസ്തീനികൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരികയാണ്. ഈ സാഹചര്യത്തിൽ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം.